പറ്റത്തില്ലെന്ന് പറഞ്ഞില്ല ചേട്ടാ. ഞാൻ ചേട്ടാ ചേട്ടാ വിളിച്ച് എത്ര നേരം സംസാരിച്ചു. നിങ്ങൾ മാറും, ഇനി സംസാരം മാറും. നിങ്ങൾ എന്തോ സംസാരിക്കുന്നത്? ഇത്ര നേരം ഞാൻ മാന്യമായിട്ടാ സംസാരിച്ചത്, പറഞ്ഞേട്ടല്ലോ. നീ പറയുന്നേ എനിക്ക് അടി കൊടുക്കാൻ തോന്നുന്നു. ചേട്ടനും കൊള്ളും, ആട്ടനും അനിയനും കൊള്ളും. ഇന്നത്തെ പരിപാടി ഇന്ന് ഗംഭീര പരിപാടിയാണ്, അടിപൊളി പരിപാടി. എന്താ അറിയാം, ഇന്ന് അടൂരുള്ള ജീവമാതാ കാരുണ്യ ഭവനിലോട്ട് പോവാ. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. അവിടുത്തെ പ്രത്യേകത എന്താ അറിയാമോ? എല്ലാവരും ഉപേക്ഷിച്ച ആരും ഇല്ലാത്ത കുഞ്ഞുങ്ങളെ നോക്കും നല്ലൊരു പ്രസ്ഥാനമാണ്. കുഞ്ഞുങ്ങളെ പക്ഷെ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രാങ്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്റെ ഭാര്യ ഒരു ക്രിമിനൽ കേസിൽ പെട്ടു, ഒരു കഞ്ചാവ് കേസിൽ പെട്ടു. ഈ പെണ്ണിനെ അവർ സംരക്ഷിക്കുമോ? 3 ദിവസത്തേക്ക് ചോദിച്ചു നോക്കുക, 3 ദിവസത്തേക്കും താമസിപ്പിക്കുക. അങ്ങനെ എത്ര വേണമെങ്കിലും കൊടുത്തിട്ടുണ്ട്. പുള്ളി എന്റെ പൈസയും പഠിച്ചിട്ടുണ്ട്. രാവിലെ മുതൽ പല പല സ്ഥലങ്ങൾ കയറി ഇറങ്ങി നടക്കും. എന്റെ പെണ്ണുമ്പിള്ള നോക്കാൻ പുള്ളി എന്നെയും കൊണ്ട് അവിടെ പോകും. ഇവിടെ എല്ലാവരും താമസിക്കുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞ് എന്റെ പൈസ മേടിച്ച് അവിടെ കൊണ്ടാക്കും. അവരെന്താ പ്രതികരിക്കാൻ അറിയത്തില്ല. നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ് അല്ലേ? പോയാലോ? അപ്പൊ നമ്മൾ നേരെ അടൂര് പോയിട്ട് ആ പ്രസ്ഥാനത്തിലേക്ക് പോവുകയാണ്. ബാക്കിയെല്ലാം നമുക്ക് തട്ടേ കാണാം. ശരിക്കുമുള്ള പേര് ഉദയഗിരിജ. എത്ര നാളായി നമ്മുടെ സ്ഥാപനം തുടങ്ങിയിട്ട്? ഇത് 2009 തുടങ്ങി. നിങ്ങൾ ചേട്ടൻ മരിച്ചിട്ട് ഹസ്ബൻഡ് തുടങ്ങിയ സ്ഥാപനമാണ് തുടങ്ങി വെച്ച്. അത് പിന്നെ ഏറ്റെടുത്തതല്ലേ? കൊണ്ടുവന്നു കഴിഞ്ഞു. അല്ല എഴുതു. അങ്ങനെ ഇവിടെ ഇതിനകത്തുനിന്ന് ഒരു ആലോചന വന്നു. അവിടെ കല്യാണം MLA നമ്മുടെ ഗാന്ധി ഭവൻ സോമനാഥൻ സാറും എല്ലാവരും കൂടെ വന്നു. ഇല്ല, ഇപ്പോഴേ ഇല്ല. ഒരു മിനിറ്റ്, ഞങ്ങൾക്ക് പോകാൻ തീർച്ചയുണ്ടായിരുന്നു. ഞങ്ങളല്ലേ പറഞ്ഞോട്ടെ. മേഡം ഒരു മിനിറ്റ്, സംസാരിച്ചായിരുന്നു, മോനോട് സംസാരിച്ചായിരുന്നു. പുള്ളിയുടെ വൈഫിനും പിന്നെ ചെറിയ കേസിൽപ്പെട്ട് ഒരു ഇതുണ്ട്. ഞാനൊരു കഞ്ചാവ് കേസിൽ പെട്ട് 2 ദിവസത്തേക്ക് ഒന്ന് പുള്ളി കണ്ട പുള്ളിയുടെ വൈഫിനെ മാത്രമേ ഒന്ന് 2 ദിവസത്തേക്ക് മതി. ഞാൻ 2 ദിവസത്തേക്ക് മതി. 2 ദിവസത്തേക്ക് നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ കൊണ്ടുവന്നത്. എത്ര രാവിലെ പുള്ളി എൻ്റെ കൂടെ ഉണ്ട്, വീട്ടിലും ഒക്കെ വന്നായിരുന്നു. വീട്ടിൽ നമ്മൾ ഒളിപ്പിച്ച് താമസിക്കുമോ? 2 ദിവസത്തേക്ക് പറ്റും. നിങ്ങൾക്ക് ഒന്ന് സഹായിക്കേ? 2 ദിവസത്തേക്ക് ഞാൻ 2 ദിവസത്തേക്ക് 2 ദിവസം കഴിഞ്ഞ് കൊണ്ടുപോകും. ഇവിടെ ആദ്യം വരത്തില്ല. ഒന്നുമില്ല. പുള്ളിയുടെ ക്യാമറ എടുക്കല്ലേ? ക്യാമറ എടുക്കരുത്. ക്യാമറ എടുക്കരുത്. നിങ്ങൾ ക്യാമറ എടുക്കരുത്. ഒന്നുമില്ല. ചേച്ചി നിങ്ങൾ ഇവിടെ ആരും വരത്തില്ലല്ലോ. ഇവിടെ നിങ്ങളുടെ ജോലി നോക്കുക. നിങ്ങളുടെ കാര്യം നോക്കുക. വേറെ വിഷയമല്ല. ഞങ്ങളെ വിളിക്കട്ടെ. ഞങ്ങളല്ലേ നിങ്ങളെ പറഞ്ഞു. നിങ്ങൾ ക്യാമറ എടുക്കരുത്. ചേച്ചി ഞാൻ കാല് പിടിച്ചു 2 ദിവസത്തേക്ക്. എൻ്റെ പോലീസുണ്ട്. ഞാൻ അവിടെ പെട്ട് നിൽക്കുക. വൈഫിനെ കൊണ്ട് ഞാൻ കാർ എടുത്തേക്കുവാണ്. എന്നെ 2 ദിവസം രക്ഷപ്പെടുത്തു. 2 ദിവസത്തേക്ക് ഞാൻ എങ്ങനെ മാറ്റിക്കോളാം. എൻ്റെ പുറകെ പോലീസുണ്ട്, അതുകൊണ്ടാണ് ഒന്ന് രക്ഷപ്പെടുത്തു. ഞാൻ മുഖം കൂടി ചേച്ചി സമ്മതിക്കണമെന്ന് പറഞ്ഞു. അങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ. നിങ്ങളല്ല ഞാൻ മാറിയിരിക്കാൻ സെക്രട്ടറിയാ. ഞാൻ ഞാൻ ചേച്ചിയോട് സംസാരിച്ചു. ചേച്ചിയോടല്ല സംസാരിക്കട്ടെ. ആണ് ഇവിടെ പോണ്ട, ആണുങ്ങളോട് സംസാരിക്കും. ചേച്ചി നിങ്ങൾ ഇത് ചിൽഡ്രൻസ് ഹോം ഓൾഡ് ഏജ് ഹോമാണ്. നമുക്ക് ഇവിടെ ചിൽഡ്രൻസ് ഹോമിലെ കുഞ്ഞുങ്ങൾ എന്ന് വെച്ചാൽ CWC വരുന്ന കുഞ്ഞുങ്ങളാ. ഓൾഡ് ഏജ് ഹോമിൽ എന്ന് വെച്ചാൽ പോലീസ്, പഞ്ചായത്ത്, അങ്ങനെ ആരെങ്കിലും ഒരാളെ കത്തുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾ ഇവിടെ കേട്ടാ പറയല്ലേ പൈസ തന്നേക്കുന്നത്. നിങ്ങൾ ഇവിടെ പൈസ മേടിച്ചു പിന്നെന്തോ എനിക്ക് പരിചയം ഉണ്ടെന്ന് പറയുന്നത് 1.5 ലക്ഷം രൂപ മേടിച്ചിട്ട് ഇപ്പൊ ഞാൻ പരിപാടി രാവിലെ നടക്കില്ല. അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞില്ലേ? പൈസ 2 ദിവസം കേസല്ലേ ഉള്ളൂ. 2 ദിവസം കേസ്. ലേഡീസ് ഹോസ്റ്റൽ ഒന്നും അല്ലത്. ഞാൻ പറഞ്ഞില്ല, ഇത് ആരോരും ഇല്ലാത്തവരെ താമസിക്കുന്ന ഓൾഡേജ് ഹോമാണിത്. ഇത് ആരോരും ഇല്ലാത്തവരെ താമസിക്കുന്ന സ്ഥലമാണിത്. പൈസ ഒന്നും ആരെയും നിർത്തുന്നില്ല. അങ്ങനെയുള്ള സ്ഥലം അല്ലത്.
ഒരു ഒറ്റ കാല് പിടിക്കും. എന്റെ അവസ്ഥ മോശമായതുകൊണ്ടോ? എന്റെ അവസ്ഥ മോശമായതുകൊണ്ട് ഞാൻ നിങ്ങളോട് നേരത്തെ സംസാരിച്ചല്ലേ. മാഡം നിങ്ങൾ വെള്ളം വെക്കാതിരി. ഇടുക്കിയിലൊന്നും അല്ല, മാസ്ക് ഒന്ന് മാറ്റി. ഞാൻ മാസ്ക് വരുന്നില്ല. ക്യാമറ ഓഫ് ചെയ്യും. ക്യാമറ ഓഫ് ചെയ്യും. വീഡിയോ എടുത്ത്. അല്ല എടുക്കല്ലേ എടുക്കല്ലേ ഗേറ്റ് പൂട്ടിയില്ല, ഗേറ്റ് പൂട്ടിയില്ല. എടുക്കല്ലേ എന്തിനാ ചേച്ചി ഒരു വിഷയമാക്കരുത് പ്ലീസ്. ഞാൻ കാല് പിടിക്കില്ല. എന്റെ സഹോദരനോട് കാണ്. അല്ല അങ്ങനെയല്ല, നിങ്ങള് കഞ്ചാവ് കേസിലൊക്കെ പ്രതിയാൻ പറഞ്ഞിട്ട് ഇവിടെ വരേണ്ട ആരും ഞാൻ എനിക്ക് വേണ്ടിയല്ല, എന്റെ വൈഫിനെ 2 ദിവസം നിർത്താൻ വേണ്ടി പറഞ്ഞത്. എന്റെ വൈഫിനെ 2 ദിവസം നിർത്തുക, കാല് പിടിക്കാം. ചേച്ചി പ്ലീസ്, നിങ്ങൾ പെങ്ങളല്ലയോ, നിങ്ങൾ സഹോദരിയല്ലയോ, ഒന്ന് സഹായിക്കും പ്ലീസ്. എന്റെ അവസ്ഥ വിളിക്കില്ല. അവര് പോട്ടെ. അല്ല, പുള്ളി ഇങ്ങനെ കഞ്ചാവ് കേസിന്റെ കാര്യം 2 ദിവസം നിർത്തിയാൽ മതി. എന്നെ നിർത്തണ്ട. ഇങ്ങനെയുള്ള കേസിട്ട് നമ്മൾ എടുക്കത്തില്ല. നിങ്ങൾ എടുക്കല്ലേ പ്ലീസ്, നിങ്ങൾ എടുക്കല്ലേ. ഇത് 50 വയസ്സ് കഴിഞ്ഞവരെ താമസിക്കുന്ന സ്ഥലമാണ്. ചേച്ചി പ്ലീസ്, ഞാൻ കാല് പിടിക്കും 1-2 ദിവസത്തേക്ക്. കുഞ്ഞെ ഞാൻ പറയുന്നേ, ഇവിടെ നമുക്ക് അങ്ങനെ വെളിയിൽ നിന്ന് വന്ന ഒരാളെ നിർത്താൻ പറ്റത്തില്ല. അവള് ശല്യക്കാരിയല്ല. ശല്യമാണ് ശല്യം. പറ്റത്തില്ല. ചേച്ചിയോട് സംസാരിക്കണ്ട, പറ്റത്തില്ലെന്ന് പറയും. ഇങ്ങനെയുള്ള കേസിട്ട് ചേച്ചി ഓക്കെ പറയും. ഞാൻ പറയത്തില്ല. ഞാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ല. ചേട്ടാ, ഞാൻ ചേട്ടാ വിളിച്ച് എത്ര നേരം സംസാരിച്ചു. ഇനി മാറും, ഇനി സംസാരം മാറും. പറഞ്ഞേട്ടല്ലോ, ഇത്ര നേരം ഞാൻ മാന്യമായിട്ട് സംസാരിച്ചത്. 2 ദിവസമോ 1 ദിവസമോ അല്ല. നിങ്ങൾ ഇത് കമൗണ്ടിൽ നിന്ന് ഇറങ്ങിപ്പോ. അല്ലല്ല, നിങ്ങൾ ഇവർ കൊടുത്തുള്ള പൈസ നിങ്ങൾക്ക് പൈസ തന്നോ? നിങ്ങൾക്ക് പൈസ തന്നോ? നിങ്ങൾക്ക് 50,000 രൂപ അന്ന് പറയാനോ വിളിച്ചു വന്നു. പൈസ തന്നോ? പുള്ളി തന്നോ? ഞാൻ പൈസ കൊടുത്തു പറഞ്ഞു. പറഞ്ഞു എന്റെ പറഞ്ഞില്ലേ ഇവിടെ പൈസ കൊടുത്ത് സെല്ലാക്കാന്ന് പറഞ്ഞു. പൈസ എന്റെ ഉണ്ടെന്നല്ലേ പറഞ്ഞു. നിങ്ങളെ പൈസ ചേച്ചി പൈസ മേടിച്ചോ? ഞാനൊന്നും സംസാരിച്ചിട്ട് കൂടിയില്ല. ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. എല്ലാ ചേച്ചിയുടെ മുഖത്തും കള്ളത്തിലുണ്ട്, പൈസ മേടിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തോ സംസാരിക്കുന്നത്? ഇത്ര നേരം ഞാൻ മാന്യമായിട്ടാ സംസാരിച്ചത്. പറഞ്ഞേട്ടല്ലോ. ഞാൻ പറഞ്ഞു സമാധാനത്തെ പറ. മുഖത്ത് കള്ളലക്ഷണം ഉണ്ടെന്നോ? നിങ്ങൾ പൈസ മേടിച്ചിട്ടുണ്ടോ ചേച്ചി? ഇത്രയും നേരം ഞാൻ മാന്യമായിട്ടാ സംസാരിച്ചു. ചേട്ടാ, ഇനി കളി മാറും. ഈ നിൽക്കുന്ന കൊച്ചുങ്ങളെയൊക്കെ കണ്ടോ? കണ്ടോ? എത്ര പേര് നിങ്ങളെ കണ്ടോണ്ടിരിക്കുവാന്നറിയാമോ? ഇറങ്ങിക്കോ. 2 ദിവസത്തേക്ക് എന്തോ വിളിച്ചിട്ടാണ് എന്തോ പറഞ്ഞെന്തോ. പക്ഷെ വീഡിയോ എടുത്തേ. ചെല്ലു ഇനി കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. ഇറങ്ങിക്കോ. പക്ഷെ അത് പോലീസ് സ്റ്റേഷനിലോട്ട് വിളിക്കണം. എന്റെ ഫോണിനകത്തുണ്ട്. ഒറ്റ രാത്രി താമസിക്കാൻ പറ്റും. ഞാൻ വെളുപ്പിന് കൊണ്ടുപോകാം. രാത്രി പോയിട്ട് ഒരു നിമിഷം പറ്റത്തില്ല. ചതിച്ചു കളഞ്ഞില്ല. എന്നെ ചതിച്ചു കളഞ്ഞില്ല. ചേച്ചിക്ക് പൈസ തന്നയാള് 50,000 ഞാൻ ഇച്ചിരി മുന്നേ ഇയാളോട് മാന്യമായിട്ടാ പറഞ്ഞ. ഞാൻ ഒരു മനുഷ്യരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഇയാൾ കൊടുക്കുന്നത് ചേട്ടനാ വിളിച്ചോണ്ടോ? ഇത്ര നേരം ഞങ്ങൾ മാന്യമായിട്ട് നിന്ന് ഇനി ഇറങ്ങി. ഇനി ചേട്ടാ, നിങ്ങളൊന്ന് മാറി. ചേച്ചിയുടെ മനസ്സലിയും. നിങ്ങളൊന്ന് സമാധാനപ്പെടുക. ചേച്ചി ഓക്കെ ആണ്. ചേച്ചി ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ നിന്നാ നിങ്ങൾ പോലീസുകാർ വന്നിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ. ഇപ്പൊ കഞ്ചാവ് കേസിലാ, ഇനി പെണ്ണ് കേസിലും കൂടെ ആവും. അതുകൊണ്ട് എന്റെ മോൻ മാന്യമായിട്ട് ഇറങ്ങിക്കോ. ചെല്ല് മാന്യമായിട്ട് ഇറങ്ങിക്കോ. നമ്മൾ ഇത്രയും നേരം മാന്യമായിട്ടാ സംസാരിച്ചത്. ചേട്ടനും കൊള്ളും, ആട്ടനും അനിയും കൊള്ളും. ഇറങ്ങി പോകുന്നതല്ലേ? ഈ മൂലയ്ക്ക് ഏത് മൂലയ്ക്ക്? വണ്ടി വിടും. ഒറ്റ രാത്രി പ്ലീസ് ചേച്ചി. എന്റെ പൊന്നു ചേച്ചി പ്ലീസ്. എന്തുവാ കാണിക്കുന്നേ? ഒന്ന് പോകട്ടെ. ഇതൊക്കെ കഞ്ചാവ് കേസ് ആവുന്നേ മുന്നേ ഓർക്കണ്ടായോ? ഒരു ഭാര്യയുണ്ട്, മക്കളുണ്ട്, മാന്യമായിട്ട് ജോലി ചെയ്ത് ചെയ്യുന്ന അങ്ങനെ പിടിക്കപ്പെടുന്നതല്ല. പിടിക്കപ്പെടുന്നതല്ല. എന്നാലും ചെയ്തത് തെറ്റല്ലയോ? എത്ര പിള്ളേരെ നശിപ്പിക്കുന്ന ഈ കഞ്ചാവൊക്കെ കൊടുത്തിട്ട്? ഇങ്ങനെയൊക്കെയാണോ ജീവിക്കേണ്ടത്? പറ്റിപ്പോയി ചേച്ചി. പറ്റിയിന്മേൽ ആവർത്തിക്കത്തില്ല. പറ്റിപ്പോയി. ഒരിക്കലും ആവർത്തിക്കില്ല. ഒറ്റ രാത്രിയുണ്ട്. ഒറ്റ രാത്രി പോയിട്ട് ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇത്രയും പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ അവളോട് നിന്നോട്ട് പെണ്ണുങ്ങൾ കേസിൽപ്പെട്ട കുഞ്ഞുങ്ങളല്ല. നിങ്ങൾ പോ. നീ പറയുന്നേ സംസാരിച്ചില്ലല്ലോ.
വേണ്ട നിക്ക് പക്ഷെ എന്റെ ഫോണിങ് എടുത്തേ ഞാൻ സിയെ വിളിക്കട്ടെ വേണ്ട ചേച്ചി വിളിക്കരുത് വിളിക്കരുത് എന്റെ ഫോണിങ് എടുക്ക എന്റെ ഫോൺ എന്തിയെ ഞാൻ പൊക്കോളാം എന്റെ ഫോൺ എടുക്ക ഞാൻ പൊക്കോളാം ഫോൺ എന്തിയെ ചേച്ചി ഞാൻ പൊക്കോളാം നിങ്ങൾ എന്തായാലും ഒരു വിധത്തിൽ അവളെ കേട്ടതില്ലല്ലോ കേറ്റുവോ അവളെ ഒരു രാത്രി താമസിക്കാൻ സമ്മതിക്കോ ചേച്ചി കേക്ക് ഇറങ്ങി പയ്യാളോട് ഞാൻ 100 വട്ടം ഞാൻ പറഞ്ഞു ഞാൻ സ്റ്റേഷനിൽ പോലീസുകാർ വന്നിട്ട് ഞാൻ ഇയാളെ ഇവിടെ ഇറക്കി വിടത്തുള്ളൂ ചേച്ചി ഒരു പെണ്ണല്ലേ ചേച്ചി ഞാൻ പെണ്ണ ഞാൻ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു പെണ്ണ ഇതേപോലെ കഞ്ചാവ് കേസിൽ പെട്ട ആളല്ല ഞാൻ ഇറങ്ങിപ്പോ ഇനിയിപ്പോ അത് വിളിച്ചാലേ അവര് വരത്തുള്ളൂ പിന്നെ ഒരു താമസത്തിൽ കയറി കാണിക്കുമ്പോ പോലീസ് സ്റ്റേഷനിൽ വിളിക്കണ്ടായോ അവരുടെ പൈസ മേടിച്ചു കൊടുത്ത പൈസ നിങ്ങൾ പൈസ മേടിച്ചു എനിക്ക് അവരുടെ പൈസ വാങ്ങിച്ചേ പൈസ മേടിച്ചു വേറെ പൈസ മേടിച്ചില്ല എന്റെ ഫോൺ എന്തേ സിയെ വിളിക്കാം താമസിപ്പിക്കാന്ന് പറഞ്ഞു പൈസ അല്ലല്ല വിളിക്കാം അച്ഛൻ സിയെ വിളിക്കാം പൈസ മേടിച്ചു അയാൾ എല്ലാം വേറെ വിളിക്കാം MLA വിളിക്കാം ഇയാൾ എന്ത് പറഞ്ഞു വെച്ചാൽ ഇങ്ങനെയുള്ള ആൾക്കാർ മുഴുവൻ ഇയാൾ പറഞ്ഞു കാര്യം പറഞ്ഞേക്കോ ഇയാൾ പറഞ്ഞു വെച്ചാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ മുഴുവൻ താമസിപ്പിക്കുന്ന സ്ഥലം പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നത് ഇതെല്ലാം ക്രിമിനലുകളാണെന്ന് പറഞ്ഞു എന്റെ പറഞ്ഞായിരുന്നോ പറഞ്ഞില്ലേ അച്ചു ഞാൻ ആ ഫോൺ എന്തിയാടാ സിയെ വിളിക്കടാ അച്ചു എന്നെ എന്തിനാ ചോദിച്ചത് ഞാൻ രാത്രി എവിടെയെങ്കിലും നടക്കത്തില്ലായിരുന്നു ഇയാൾക്ക് എവിടെ കിടക്കാം ഇയാൾ എന്താ പറഞ്ഞത് ഇങ്ങനെയുള്ള ആൾക്കാർ മുഴുവൻ താമസിക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞായിരുന്നു ഇങ്ങനെയുള്ള ആൾക്കാർ പൈസ കൊടുത്താൽ മതി ചേച്ചിക്ക് പൈസ കൊടുത്താൽ മതി കുഴപ്പമില്ലെന്ന് പറഞ്ഞായിരുന്നു പൈസ നമ്മുടെ സ്ഥാപനം അല്ലായിരിക്കും വേറെ സ്ഥാപനമായിരിക്കും കേട്ടോ ഇവിടെ അങ്ങനെയുള്ള പരിപാടി എടുക്കുന്നില്ല ഇയാളത് കുത്തുന്ന വെച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് നീ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഇയാൾ കയറി അതാരേലും വഹിക്കട്ടെ എന്തുകൊണ്ടാ ഈ മാതിരി കഞ്ചാവ് സാധനത്തെ കൊണ്ട് നിങ്ങൾ വരേണ്ട വല്ല കാര്യമുണ്ടോ നിങ്ങൾ ഉണ്ടോ ഇവിടെ കഞ്ചാവ് കച്ചവടം നടത്തി എന്തായാലും നിർത്താം കളി നിർത്താം എന്തോ കളി ഇന്നത്തെ കളി നിർത്താം ബോറടിച്ചില്ലേ അപ്പൊ എന്തായാലും ഗംഭീര കളി കൈയാണ് ഇതാണ് ഇതിന്റെ ആണിക്കല്ല് നിൽക്കുന്ന കക്ഷിയാണ് ഇതിന്റെ എല്ലാം ആണിക്കല്ല് കക്ഷിയാണ് ശരിക്കും പറഞ്ഞാലേ എല്ലാം മരുമോനും അതിന്റെ ചെയ്ത പണിയാണ് ഇതൊരു പ്രാങ്ക് ഷോ ആയിരുന്നു ഇതെല്ലാം നമ്മുടെ ടീമാണ് ഇതല്ല ഞാൻ പെട്ടു അല്ലേ പുള്ളി പൊളിച്ചു കേട്ടാ എനിക്ക് ഇദ്ദേഹത്തിന്റെ പ്രത്യേക ഒരു താമസം കാര്യം നന്നായിട്ട് പുള്ളി അല്ലേ മറ്റേ പുള്ളി എന്ത് ഒരു കലിപ്പ് സാധനം ഇറങ്ങുമല്ല മോനെന്ത് ഒരു കലിപ്പ് ഇറങ്ങി വന്നായിരുന്നല്ലേ ഇത് ഭയങ്കര സാധനം കേട്ടോ ഇത് സൂക്ഷിച്ചു വേണം സൈഡിൽ വന്നേ ചില വാക്കുകളെ പറയത്തുള്ളൂ കൂട്ടി വെച്ചേക്കാണോ എനിക്ക് വയ്യ ഇത് ഒന്നൊന്നര സാധനം കേട്ടോ ഇത് എന്തായാലും ഇത് പ്രാങ്ക് ഷോ ആയിരുന്നു ഇത് തോന്നുന്നവരെ കൊണ്ടുവരുന്ന എടുക്കുന്ന അപ്പൊ ഇതെന്തായാലും ശരിക്കും പറഞ്ഞാൽ വലിയൊരു പ്രസ്ഥാനമായിട്ട് വളരട്ടെ കാരണം ഇത്രയും സത്യസന്ധതയുള്ള ഒരു ചേച്ചി കാര്യം ഞാൻ ഒരുപാട് പ്രകോപിക്കാൻ ശ്രമിച്ചെങ്കിൽ അതിനകത്തൊക്കെ കട്ടയ്ക്ക് പിടിച്ചു ചെയ്യുന്നു അല്ലേ അതിലാണ് നമുക്കൊരു പ്രത്യേക ഷെയ്ക്കാൻ കൊടുക്കുക ചേച്ചി നമ്മളെ പൈസ ഉണ്ട് അല്ല ആ ദേഷ്യത്തിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും അത്രത്തോളം പവർ ഉണ്ട് ചിറ്റയത്തിന് സി ഒക്കെ വിളിക്കേണ്ട അവസ്ഥയായിരുന്നു എന്തായാലും ഇപ്പോഴും ആ ഒരു ഇറങ്ങി പുറത്തിറങ്ങി വന്നില്ലേ ഫോട്ടോ എടുത്തവരൊക്കെ അറിയാം
പുള്ളി നമ്മുടെ കൊകയൊക്കെ പിടിച്ചു പുള്ളി നന്നായിട്ട് പെർഫോം ചെയ്തു. ഇത് ചേച്ചിയുടെ മരുമോൻ അല്ലയോ? മരുമോനാണ്. നേരത്തെ പറഞ്ഞിരുന്നു. സുബീണ എങ്ങനെയുണ്ട് ഇന്നത്തെ എക്സ്പീരിയൻസ് അല്ലേ? കാര്യം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറം ഒരു പെരുമാറി എന്നുള്ളത്. നമ്മളൊക്കെ കൂടുതൽ പെരുമാറി പ്രത്യേകിച്ച് ഇത്രയും ഒരു ഭയങ്കര എനർജറ്റിക് ലേഡി അത് വേണം നമ്മുടെ സമൂഹത്തിന് അല്ലേ? തീർച്ചയായിട്ടും. ബന്ധു ജീവമാതാ കാരുണ്യ ഭവൻ ഒരുപാട് അന്തേവാസികൾക്ക് അഭയസ്ഥാനം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അടൂർ അല്ലേ? അടൂർ നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ നോക്കുന്നത് കൂടുതലും ഇതെല്ലാം പോലീസ് സ്റ്റേഷൻ വഴി പഞ്ചായത്ത് വഴി വരുന്ന അച്ഛനും അമ്മയും എല്ലാരും ബന്ധുക്കളും മക്കളും എല്ലാം ഉപേക്ഷിച്ച അമ്മമാരും മാത്രമേ ഉള്ളൂ. പിന്നെ പെൺകുട്ടികളാണ്. പെൺകുട്ടികൾ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. കേസ് പ്രതികൾ എടുക്കും. നല്ല ഓഫർ ഓട്ടുകൾ വന്ന് എടുക്കുവോ? 1 ലക്ഷം രൂപ വന്നാൽ ഒരു രാത്രിയിലേക്ക്? ഇത് ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി രാവും പകലും ഇല്ലാതെ എന്റെ ഭർത്താവ് അണ്ണൻ തുടങ്ങി വെച്ചതാ. അണ്ണൻ എന്താ ആഗ്രഹിച്ചോ അതേപോലെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും പറഞ്ഞോണ്ടാ ഞാൻ ഓരോ നിമിഷവും ഇവിടെ മൊത്തത്തിൽ ഇപ്പൊ സ്റ്റാഫ് ഉൾപ്പെടെ 70 പേരുണ്ടല്ലേ? അപ്പൊ ഇങ്ങനെ കുതിച്ചു വിദേഹത്തിന് നാവനായിട്ട് കൂടെ ഉണ്ടല്ലേ? പറ്റിയ മരുമനെ കിട്ടിയേക്കുന്നത് അല്ലേ? പുള്ളി ഇടയ്ക്ക് കുത്തി കീറട്ടെ അങ്ങനെയൊക്കെ പുള്ളി വരത്തുള്ളൂ. അപ്പൊ എന്തായാലും ജീവമാതാ കാരുണ്യ ഭവൻ എന്ന് പറയുന്ന ആ ഒരു ഭവനത്തിലെ കുട്ടികൾക്കെല്ലാം വലിയ സന്തോഷമാണ് അല്ലെ? എത്ര നല്ല ആംബിയൻസ് ഉണ്ട്, നല്ല രക്ഷാകർത്താക്കളുണ്ട്, ഭയങ്കരമായിട്ട്. അപ്പൊ എന്തായാലും ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെ സന്ദർശിക്കുക, വല്ലാത്തൊരു അനുഭൂതിയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരട്ടെ. ഇതിന്റെ സാരഥ്യം വഹിക്കുന്ന പേരെന്തോ? ഉദയഗിരിജി. സുജിത്തിനൊക്കെ ഒരുപാട് നന്മകൾ നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് ചെയ്യാം. കുറ്റകൃത്യം കാണിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട. അതെ, എന്തായാലും ഈ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കിടിലൻ സംഭവമായിട്ട് വീണ്ടും ഞങ്ങൾ എത്തും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ഉറ്റാറ് കൊടുക്കും. ബൈ.